നമസ്കാരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകത്തിന്റെ അവിശ്വസനീയമായ മുന്നേറ്റത്തെക്കുറിച്ചാണ് ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. NDTV ആക്സിസ് മൈ ഇന്ത്യ പുറത്തുവിട്ട കണക്കുകൾ ശരിയാകുകയാണെങ്കിൽ ദശാബ്ദങ്ങളായി തമിഴ് മണ്ണിൽ നിലനിൽക്കുന്ന DMK, AIADMK ദ്വികക്ഷി രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് വിജയ് എന്ന മൂന്നാം ശക്തിയുടെ വരവിനായിരിക്കും സാക്ഷ്യം വഹിക്കുക. ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം ഇങ്ങനെയാണ്: TVക്ക് 98 മുതൽ 120 സീറ്റുകൾ വരെ, DMK സഖ്യം 92 മുതൽ 110 സീറ്റുകൾ വരെ, AIADMK സഖ്യം 22 മുതൽ 32 സീറ്റുകൾ വരെ എന്നിങ്ങനെയാണ് കണക്ക്. രാഷ്ട്രീയത്തിലിറങ്ങി നേരിടുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ 100ഓളം സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ വിജയുടെ പാർട്ടിക്ക് സാധിക്കുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നത്. പ്രവചനത്തിന്റെ ഏറ്റവും താഴ്ന്ന നിരക്കായ 98 സീറ്റുകൾ ലഭിച്ചാൽ പോലും തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതമായി ഇത് മാറും. എന്നാൽ ഏറ്റവും വലിയ തകർച്ച നേരിടുന്നത് AIADMK ആണ്. വെറും 22 മുതൽ 32 സീറ്റുകളിലേക്ക് അവർ ചുരുങ്ങുമെന്നാണ് സർവേ പറയുന്നത്. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 118 സീറ്റുകളാണ്. ആക്സിസ് മൈ ഇന്ത്യയുടെ ഉയർന്ന പ്രവചനമായ 120 സീറ്റുകൾ വിജയുടെ പാർട്ടിക്ക് ലഭിച്ചാൽ സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ തന്നെ തമിഴ്നാട്ടിൽ TVK ഭരണം വന്നേക്കാം. ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു പുതുയുഗത്തിന് തുടക്കമിടും. മറ്റ് സർവേകളുമായിട്ടുള്ള വ്യത്യാസം ഇങ്ങനെയാണ്. മിക്ക സർവേകളും DMKക്ക് ഭരണ തുടർച്ച പ്രവചിക്കുമ്പോഴാണ് ആക്സിസ് മൈ ഇന്ത്യ വിജയുടെ വമ്പൻ കുതിപ്പ് പ്രവചിച്ചിരിക്കുന്നത്. കാമാക്കി അനലിറ്റിക്സ് 67 മുതൽ 81 സീറ്റുകൾ വരെയും TVKക്ക് മികച്ച മുന്നേറ്റം പ്രവചിക്കുന്നുണ്ടെങ്കിലും ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കുകൾ തമിഴ്നാടിനെ ഞെട്ടിക്കുന്നതാണ്. തമിഴ്നാട്ടിലെ യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ വൻതോതിൽ TVKയിലേക്ക് മറിഞ്ഞുവെന്നാണ് ആക്സിസ് മൈ ഇന്ത്യയുടെ വിലയിരുത്തൽ. സീറ്റുകളെക്കാൾ ഉപരിയായി വോട്ട് വിഹിതത്തിലാണ് TVK വിസ്മയിപ്പിക്കുന്നത്. ഭരണസഖ്യത്തിന് തുല്യമായി ഏകദേശം 35% വോട്ട് വിഹിതമാണ് TVKക്ക് പ്രവചിക്കപ്പെടുന്നത്. AIADMK സഖ്യം 23% വോട്ടുകളുമായി വളരെ പിന്നിലാണ്. TVKയുടെ ഈ മുന്നേറ്റത്തിന് പിന്നിൽ ശക്തമായ ഒരു യുവജന തരംഗമുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് ഇടയിൽ 68% പിന്തുണ TVKയ്ക്കുണ്ട്. 20 മുതൽ 29 വരെ പ്രായപരിധി ഉള്ളവർക്കിടയിലും 59% പിന്തുണയാണ് TVKയ്ക്ക്. 30 മുതൽ 39 വരെ പ്രായം ഉള്ളവർക്കിടയിൽ 45% പിന്തുണയുമുണ്ട്. വിദ്യാർത്ഥികൾ, തൊഴിലില്ലാത്ത യുവാക്കൾ, നഗരപ്രദേശങ്ങളിലെ വോട്ടർമാർ എന്നിവർക്കിടയിൽ TVK സ്വാധീനം ചെലുത്തുന്നുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഈ വിഭാഗങ്ങളിൽ TVKയുടെ അടുത്തെത്താൻ പോലും സാധിച്ചിട്ടില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത്തവണ മാറ്റം എന്ന വിഷയത്തിനാണ് മുൻഗണനയെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. 35% വോട്ടർമാരും മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്ന് വ്യക്തമാക്കുമ്പോൾ TVK അനുയായികൾക്കിടയിൽ ഇത് 77%. ഭരണവിരുദ്ധ വികാരവും വിജയ് എന്ന വ്യക്തിയുടെ സ്വാധീനം ഒരുപോലെ TVKക്ക് ഗുണകരമായി. TVKയുടെ സ്വാധീനം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. OBC, SC വിഭാഗങ്ങൾക്കിടയിലും ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലും പാർട്ടി വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളും പാർട്ടിയെ പിന്തുണയ്ക്കുന്നുവെന്നും സർവേ സൂചിപ്പിക്കുന്നു. TVKയുടെ കരുത്ത് നഗരപ്രദേശങ്ങളിലാണ് കൂടുതൽ പ്രകടമെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലും പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട്. പാർട്ടിയുടെ സന്ദേശം നഗരങ്ങൾക്കപ്പുറം ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും എത്തിയെന്നാണ് വോട്ട് വിഹിതത്തിലെ വർധനവ് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വന്ന വലിയൊരു മാറ്റമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വോട്ടർമാരുടെ താല്പര്യത്തിൽ പ്രതിഫലിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം 37% വോട്ടർമാരുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പേർ ആഗ്രഹിക്കുന്ന നേതാവായും വിജയ് മാറി. നിലവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ 35% പിന്തുണയോടെ തൊട്ടു പിന്നിലുണ്ട്. രാഷ്ട്രീയത്തിലെ തുടക്കക്കാരൻ എന്ന നിലയിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തേക്കുള്ള വിജയുടെ കുതിച്ചുചാട്ടം വലിയ മാറ്റമാണ് പ്രവചിക്കുന്നത്. തമിഴ്നാട്ടിലെ ദശാബ്ദങ്ങൾ നീണ്ട ദ്വികക്ഷി രാഷ്ട്രീയത്തിൻ്റെ അന്ത്യമാണ് TVKയുടെ കുതിച്ചുചാട്ടം സൂചിപ്പിക്കുന്നത്. DMK തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്തുന്നുണ്ടെങ്കിലും ശക്തമായ ഒരു വെല്ലുവിളി ഇത്തവണ നേരിടേണ്ടി വരുന്നു. AIADMK രണ്ട് വലിയ ശക്തികൾക്കിടയിൽപ്പെട്ട് പാർട്ടിയുടെ സ്വാധീനം വലിയ തോതിൽ കുറയുന്നതായും കാണപ്പെടുന്നു. ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായാൽ TVK സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായോ അല്ലെങ്കിൽ ഭരണം തീരുമാനിക്കുന്ന കിങ് മേക്കറായോ മാറും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും മാറാറുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്: വിജയ് ഇനി വെറും ഒരു തുടക്കക്കാരനല്ല, മറിച്ച് തമിഴ് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ വളർച്ചയെ തമിഴ്നാട്ടിലെ MGRന്റെയും ആന്ധ്രാപ്രദേശിലെ NTRന്റെയും ഉദയത്തോടാണ് പ്രശസ്ത തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ പ്രദീപ് ഗുപ്ത ഉപമിച്ചത്. കോൺഗ്രസ്, DMDK, VCK എന്നിവരടങ്ങുന്ന DMK നേതൃത്വത്തിലുള്ള സെക്യുലർ പ്രോഗ്രസീവ് അലയൻസും BJPയും PMKയും സഖ്യകക്ഷികളായ AIADMK നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസും തമ്മിലായിരുന്നു പ്രധാന മത്സരം.